എൻ്റെ അപ്പനൊരു പാസ്റ്ററല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്ന ആളായിരുന്നു. ദേവദാസിൻ്റെ ആൾക്കൊക്കെ അറിയാം. 2 കിലോ പട്ടിണിയുടെ കാലത്ത്, പെന്തക്കോസിൻ്റെ, ഇന്നത്തെ സമൃദ്ധിയുടെ കാലമല്ല, ഞങ്ങളുടെ കൊച്ചുകൂടിൽ അനേക അഭിഷക്തന്മാരെ കൊണ്ട് പാർപ്പിച്ചു. 2 കിലോ കപ്പ വാങ്ങിയാലല്ലോ 1 കിലോ പാസ്റ്റർ വീട്ടിൽ കൊടുത്തു വിട്ടു. 2 നാഴി അരി ഉണ്ടെങ്കിൽ ഒരു നാഴി അവിടെ കൊടുത്തു വിട്ടു. അതുകൊണ്ട് ദൈവം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ സാക്ഷി. എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പറന്നു പോയതാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ ഓടിച്ചിട്ട് അങ്ങ് തീച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നാട്ടിൽ നിന്നാ വേണ്ടായെന്നും പറഞ്ഞു ഓടുക. നീ കുശുമ്പ് കുത്തിക്കോ, ഇത് കേട്ടിട്ട് എൻ്റെ അടിയിലൊക്കെ വന്ന് കമൻ്റ് അടിച്ചോ, നീ അതും പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നേ ഈ പരുവത്തിൽ. ഈ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ശ്രേഷ്ഠ ഭോജ്യങ്ങളുണ്ടോ, ഏറ്റവും വില കൂടിയ ഭക്ഷണം കൊണ്ടോ, അതെല്ലാം എൻ്റെ മുമ്പിൽ ദൈവം കൂമ്പാരമായി കൂട്ടി. പറന്ന് നടക്കുക. വിളിക്കുന്നിടത്തോട്ട് വയ്യായെന്ന് പറയാം. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഞാൻ ദൈവം അനുവദിച്ചാൽ UK നിന്നിരിക്കും. കർത്താവിന് വരിക. അവൻ ആർക്കും കടക്കാറ്. ഒരു അഭിഷക്തന് 10 രൂപ കൊടുത്ത് 10,000 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഒരു പാവപ്പെട്ട ദൈവവേലനെ കുഞ്ഞിനെ, എനിക്ക് വായി വരുന്ന ദൂത് ഓരോന്നും പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പാവപ്പെട്ട പെൺകുഞ്ഞിനെ കെട്ടിക്കാൻ 3.25 പണം കൊടുത്തിട്ട് നീ 10 പത്രത്തിൽ പരസ്യം ചെയ്യരുത്. സ്തോത്രം. ആരും അറിയണ്ട, ആരും കാണണ്ട. നീ ചെയ്തതിനൊക്കെ പ്രതിഫലം തരുന്നൊരു സ്വർഗമുണ്ടെന്ന് രൂത്തിനോട് പറയുന്നു. യോബസ് പറയുന്നു, മകളെ, നീ നിന്റെ അമ്മായിയമ്മയോട് ചെയ്തത്, നിന്റെ ബന്ധുക്കളോട് ചെയ്തത് ഞാൻ അറിഞ്ഞെന്ന്. ഓ, പരിശുദ്ധാത്മാ പറയുക, നീ ചെയ്തത് ഇവിടെ ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും ബലേപേക്ഷ പറഞ്ഞില്ലെങ്കിലും, ആരും കൈയടിച്ചില്ലെങ്കിലും, ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ട്. ശക്തിയോടെ കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. അവൻ ആർക്കും കടക്കാരനല്ല. ബുദ്ധിയായി പെരുമാറുക, പീഡിപ്പിക്കുക, കുഞ്ഞുങ്ങളെ കൊല്ലുക. പിന്നെ പറഞ്ഞു, ഇനി ഞങ്ങൾ കൊല്ലാനൊന്നും വരുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് കൊന്നേക്കണം. അതിപ്പം വിജയകരമായി ഇവിടെ പ്രാവർത്തിയാക്കുക. ഞങ്ങളാരും കൊല്ലാൻ വരത്തില്ല, നിങ്ങൾ തന്നെ അങ്ങ് കൊന്നോ. ഇപ്പം അതാ പാസ്റ്ററെ നടക്കുന്നത്, നിങ്ങൾ തന്നെ കൊന്നു, ഞങ്ങൾ കൊല്ലാൻ വരത്തില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ അവിടെ വിടാം. ഒരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പുറത്തെ ശത്രുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അകത്തെ ശത്രുവിൻ്റെ കാര്യം നീ നോക്കണേ. ഏത് കാലഘട്ടത്തിലുള്ള പിശാചിയ വെല്ലുവിളികളെ ദൈവസഭ അതിജീവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലെ സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭ മുന്നേറും. വിശ്വസിക്കുന്നവർ ശക്തിയുടെ സ്തോത്രം പറ. പിശാച് തോറ്റവനാണ്, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. എല്ലാ കാലഘട്ടത്തിലെയും സാത്താന്യ വെല്ലുവിളികളെ യഥാർത്ഥ ദൈവസഭ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സാത്താന്യ വെല്ലുവിളികളെയും ദൈവസഭ വിജയിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ ബാലാഖ് ബിലയാം എന്ന പ്രവാചകനെ കൂലി കൊടുത്തു കൊണ്ടുവന്നവരെ പ്രാകാൻ, അവരെ ശപിക്കാൻ, എന്നിട്ട് 4 ആംഗിളിൽ കൊണ്ട് നിർത്തി പ്രാകാൻ പറഞ്ഞു. ഞാൻ എഴുതിയൊന്നറിയില്ല, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യം 1-ാം ഫേസിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കി പ്രാകാൻ പറഞ്ഞു.